സെല്ലിലോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം 4K റീ റിലീസിൻ്റെ കാലഘട്ടമല്ലേ. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ ഫേവറേറ്റ് മൂവീസ്, അതായത് കുറച്ച് പഴയ മൂവീസ് 4K റീ റിലീസ് കാണണമെന്നുള്ളത്. ഒരുപാട് പടങ്ങൾ വന്നിരുന്നു, ഇനിയും കുറച്ച് പടങ്ങൾ വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ പ്രേക്ഷകർക്കും കാണും അവരുടെ കുറച്ച് ഫേവറേറ്റ് മൂവീസ് 4K റിലീസ് തിയേറ്ററിൽ കാണണമെന്നുള്ളത്. അപ്പം നമുക്ക് അവരോടൊക്കെ ചോദിച്ചു നോക്കാം അവർക്ക് ഏതൊക്കെ പടങ്ങൾ കാണണമെന്നുള്ളത്. അപ്പം വാ. എനിക്ക് യോധ കാണണമെന്നാണ് ആഗ്രഹം. കാര്യം എനിക്ക് യോധ കണ്ടിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയൊരു സിനിമ യോധ. അന്നത്തെ കാലത്തെ വിഷ്വലി ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. റഹ്മാൻ്റെ മ്യൂസിക്കാണ്. പിന്നെ ശ്രീകർ പ്രസാദിൻ്റെ എഡിറ്റിംഗ്. ടെക്നിക്കലി അന്നും ഭയങ്കര സൗണ്ടായിട്ടുള്ളൊരു സിനിമയാണ്. ഇപ്പോഴും അത് ഭയങ്കര സൗണ്ടായിട്ടുള്ള സിനിമയായിരിക്കും. ഇപ്പോഴും ടി വിയിൽ കാണുമ്പോൾ ഇപ്പം മാറ്റിനി തന്നെ അവർ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ. അപ്പം യോധ വന്നാൽ വളരെ സന്തോഷമായിരിക്കും. എത്ര വട്ടം വേണോ കാണാൻ പറ്റും. കാര്യം കുറേ മൊമെൻറ്റ്സ് ഉള്ളൊരു സിനിമയാണ്. ആൾക്കാർക്ക് വീണ്ടും, ഞാനൊക്കെ 97 ജനിച്ച ഒരാളാണ്, 92 ഇറങ്ങിയൊരു സിനിമയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് യോധ വന്നാൽ വീണ്ടും 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 പോയി കാണും. കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ഒത്തിരി ഉണ്ടെങ്കിലും കുറച്ച് സിനിമകൾ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ തന്നെയാണെങ്കിൽ ഒരു വടക്കൻ വീരഗാഥ, പഴശ്ശിരാജ, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ, ഹിറ്റ് സിനിമകളുണ്ടല്ലോ. ആക്ഷൻ പ്ലസ് ഡയലോഗ് പ്ലസ് സോങ് എല്ലാം കൊണ്ടും നമ്മളുടെ കണ്ണുകളെ കളർഫുൾ ആക്കുന്ന കുറേ സിനിമകളുണ്ട്. അപ്പോൾ അത് കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. ലാലേട്ടൻ്റെ പിന്നെ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും ഹിറ്റായതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. പിന്നെ സുരേഷ് ഏട്ടൻ്റെ കമ്മീഷണർ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതുപോലെ ലേലം സിനിമ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ഇത് എടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് നീളും. ഇനിയിപ്പോൾ മമ്മൂക്കയുടെയൊക്കെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന മമ്മൂട്ടിയുടെ എവർ ടൈം ഹിറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ആവനാഴി കാണാനുള്ളൊരു ഭാഗ്യം നമുക്ക് ഐ തിങ്ക് ജാനുവരിയിൽ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജയറാമേട്ടൻ്റെ പഴയൊരു പടമുണ്ട് വിൻ്റർ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു പടം റീ റിലീസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കാരണം തിയേറ്ററിൽ നമ്മൾ ഈ ഹൊറർ എക്സ്പീരിയൻസ് നമ്മൾ അധികം ചെയ്തിട്ടില്ല. പക്ഷേ ഇത് എപ്പോൾ ടി വിയിൽ വന്നാലും എല്ലാവരും അധികം ടി വിയിൽ വരാറില്ലെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും കണ്ടിരിക്കുന്നൊരു സിനിമ തന്നെയായിരിക്കും വിൻ്റർ എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ഒരു 4K വേർഷൻ ഇറങ്ങുമെന്നുണ്ടെങ്കിൽ സൗണ്ടുകളും എന്താണ് പോൾബി ഇതണക്ക് സറൗണ്ട് കൊടുത്തിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് അത് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ആ പടത്തിന് വരുന്നത്. യോധയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു തിരിച്ച് റീസ്റ്റോർ ചെയ്ത് വരേണ്ട ഒരു പടം. അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് അത്ഭുതത്തോടെ കണ്ടൊരു പടമാണ്, ഒരുപാട് കുട്ടിത്തമുള്ളൊരു പടമാണത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമായതുകൊണ്ട് അത് കാണാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴും വീണ്ടും. യൂട്യൂബിൽ റിലീസായിരുന്നു, അത് താഴ്വാരം ഒന്നുകൂടി 4Kയിൽ ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഒരു പടമുണ്ട് മയിൽപീലികാവ് എന്ന് പറഞ്ഞിട്ട്, അന്ന് പരാജയപ്പെട്ടു പോയൊരു സിനിമയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഒന്നുകിൽ നല്ലൊരു റീമേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 4K റീ റിലീസോ, അത് വലിയ ഡിമാൻഡ് അതിനില്ലയെന്നറിയാം. ബട്ട് സ്റ്റില്ല സിനിമയോടുള്ളൊരു ഇഷ്ടം ഒന്നുകൂടി. പിന്നെ തേന്മാവിൻ കുമ്പത്ത് കംപ്ലീറ്റ്ലി ആ വിഷ്വൽസ് തിയേറ്ററിൽ റീ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തേന്മാവിൻ കുമ്പത്ത് 4K റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. യോധ എന്താണ് കാരണം? മറ്റേ വൈൽ ഗ്രോയിങ് അപ്പ് വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവീസ് ആയിരുന്നു. ആ സമയത്ത് എൻ്റെ അറിവിൽ തിയേറ്ററിൽ അത്ര ഹിറ്റാവാത്തൊരു പടമാണ്. പക്ഷേ പിന്നെ ഒരു കൾട്ട് ക്ലാസിക്കായിട്ട് വന്നൊരു പടം. സോ അത് സന്തോഷ് ശിവൻ, മോഹൻലാൽ എല്ലാവരുടെയും ഒരു കോമ്പിനേഷൻ. പാട്ട് പടകാളി എൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങാണ്. അല്ല കുറേ പാട്ട് കുനെ അതൊക്കെ എൻ്റെ ഫേവറേറ്റ് സോങ്ങാണ്. അപ്പോൾ അത് ഇറ്റ്സ് like a way ahead of its time kind of story also. It's got an element of ഒരു കൾച്ചർ തിങ് ആൻഡ് ഓൾസോ പിന്നെ എന്താ ഒരു സയൻസ് ഫിക്ഷൻ കൈൻഡ് ഒരു മിത്ത് അങ്ങനത്തെ ഒരു അത് ഇപ്പോൾ അങ്ങനെ അധികം ഇറങ്ങാറില്ല. അപ്പോൾ ആ സമയത്ത് അത് ഇറങ്ങിയത് ഫ്ലോപ്പായി. പക്ഷേ അത് 4Kയിൽ കണ്ട അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. ഇന്ദ്രജാലം എന്തുകൊണ്ടാണ് എനിക്ക് ആഗ്രഹമുണ്ട്. നരസിംഹം ലാലേട്ടൻ്റെ കുറച്ച് ആക്ഷനും കാര്യങ്ങളും 4K വെച്ച് കാണാമല്ലോ, അതാണ്. എനിക്ക് കാണാൻ ആഗ്രഹമുള്ള പടം റീ റിലീസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുള്ള പടം യോധയാണ്. കാരണം യോധ നമ്മൾ എപ്പോഴും എനിക്ക് തിയേറ്ററിൽ മിസ് ചെയ്തു എന്നുള്ളൊരു സിനിമയാണ്. കാരണം നമ്മളെയൊക്കെ ഭയങ്കര ചെറുതായിരുന്നപ്പോൾ ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഒന്നും കൂടെ അത് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൂ. അത്രയും ഫണ്ണായിട്ടുള്ളൊരു പടം, അത്രയും ഫുൾ ഓൺ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു പടം പിന്നെ ഞാൻ വളരെ കുറവാണ് മലയാളത്തിൽ. പിന്നെ അമ്പിളിച്ചേട്ടനെയും ഈ പറയുന്ന പോലെ ലാലേട്ടൻ, സന്തോഷ് ശിവൻ്റെ വർക്ക്,
അപ്പോൾ അത് ഒക്കെ ഭയങ്കര രസമാണ്, ഐക്കോണിക് പടമാണല്ലോ. അപ്പോൾ അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. രാജവാണിക്ക് അതാണ് അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടത്. ഇനിയും കാണണമെന്നുണ്ട്. പടം കണ്ടവർക്ക് അറിയാം പടം എന്താന്ന്, ആളുടെ അഭിനയം. ഇപ്പം ഞാൻ ബിഗ് ബോസ് ആണെങ്കിലും പറഞ്ഞൊരു പേരുണ്ട്, രാവണപ്രഭു. രാവണപ്രഭു ഒരു 4K റിലീസ് പറഞ്ഞ ആഗ്രഹമുണ്ട്. മറ്റേ ഫൈറ്റും അതിനകത്തെ പാട്ടും സീനുകളും അതൊക്കെ അടിപൊളിയായിരിക്കും. അപ്പം എനിക്കതാണ് ഇഷ്ടം, രാവണപ്രഭു പറഞ്ഞ ആഗ്രഹമുണ്ട്. അപ്പ് ആൻഡ് സ്മോക്ക് വേറെ ഒന്നുമല്ല, ആ പടം വെറുതെ വെറൈറ്റിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പടത്തിലൊന്നും പറയാനില്ല. അതിലുള്ള ക്യാരക്ടറും എല്ലാവരും അടിപൊളിയാണ്. ആ പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അടിപൊളിയായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൊണ്ടല്ല, എന്നുണ്ടെങ്കിൽ അവർ ആ വണ്ടി ഓടിക്കണ ഒരു സീനുണ്ട്. ആ അപ്പ് ആൻഡ് സ്മോക്ക് പടം കണ്ടവർക്ക് മനസ്സിലാവും. ആ വണ്ടി ഓടിക്കണ സ്കീമിലുള്ള വന്നേക്കണ ട്രിപ്പ് ഒന്നും പറയാനില്ല, പൊളി വൈബ്രേഷനാണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം. ആ പടം കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ. വെട്ടം. എന്തുകൊണ്ടാണ്? എന്നിട്ട് അതിൽ ഒരുപാട് ചിരിക്കാനുണ്ട്, നല്ല രസം. നമ്മുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കടെ പടം ബിഗ് ബി. എന്താണ് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 റോള് പടമാണ്. അതേപോലത്തെ പടം വേറെ ഇറങ്ങിയിട്ടും ഇല്ല, ഇനി ഇറങ്ങാൻ പോകണില്ല. അമ്മാരി മൂട് പടമാണ്, സാധനം വന്നോന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കതാ ബിഗ് ബി. അല്ലല്ല, കോപ്പിയല്ല, ഞാനും പറയാൻ വെച്ചാൽ നീ ഇപ്പം പറഞ്ഞപ്പോ ബിഗ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മാസ്, അതിലെ എല്ലാ ഡയലോഗും മാസ് സാധനങ്ങളാണ്. അപ്പോൾ ബിഗ് ബി ആണ് എൻ്റെ ഫേവറേറ്റ് റിലീസ് ചെയ്യാൻ ആഗ്രഹം. ഇപ്പോഴെന്നല്ല എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ ചിത്രം തൂവാനത്തുമ്പികൾ എന്നുള്ളതാണ്. തൂവാനത്തുമ്പികൾ പ്രണയത്തിൻ്റെ ഒരു അനശ്വരമായ ഒരു കാവ്യമാണ്. പത്മരാജൻ സാറ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് കൊണ്ടുവന്നൊരു ചിത്രമാണ് അത്. ഈ ലോകത്ത് മനുഷ്യരുള്ളിടത്തോളം കാലം ആ സിനിമ ഇങ്ങനെ ആവർത്തിച്ച് ആൾക്കാർ കാണും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കിങ് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കിങ് എന്ന് പറഞ്ഞ സിനിമ കാണണം, എല്ലാ ആഗ്രഹവും. എനിക്ക് അതിനകത്തെ പവർ ഡയലോഗ്സും നമുക്കുടെ ലുക്കും ആ സ്റ്റൈലും ഭയങ്കര ഇഷ്ടം. സെയിം കിങ് തന്നെ കാണണമെന്നുണ്ട്. ഇനി പുതിയ പടങ്ങൾ വരട്ടെ, ഇതേപോലെ തന്നെ ആവേശം നമുക്ക് വീണ്ടും തിയേറ്ററിൽ കൊണ്ടുവരണം. അടിപൊളിയായിട്ട് അത്രയേ ഉള്ളൂ.